റോഡിലെടുത്ത് പോകുമ്പം R15 ഏതാ വേർഷൻ V3 മോഡിഫൈ ചെയ്താണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ Hey guys, good evening, it's Cookie Nomad here, welcome to another video. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ചുമ്മാ വണ്ടി കൊണ്ടൊന്ന് ചുമ്മാ ഒന്ന് ഹൈവേയിലൂടെ ഒന്നൊരു ഷോർട്ട് സ്പിന്നിന് വേണ്ടി ഇറങ്ങിയതാണ്. സോ ഐ തോട്ട് ഐ ടോക്ക് ടു യു ഗൈസ്. സോ ഇപ്പം നമ്മൾ R3 ഏകദേശം ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 1 month ഐ ഹാവ് ബീൻ യൂസിങ് ഇറ്റ്. സോ ഐ തോട്ട് ഐ വിൽ ഗിവ് യു ഇംപ്രഷൻ. ഐ എം നോട്ട് ഗോയിങ് ടു സേ റിവ്യൂ ഓർ സംതിങ്. ഇതൊരു 1 month റൈഡിങ് ഇംപ്രഷൻ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. But mostly have taken it through almost every conditions. Heavy traffic, കുറച്ച് off roads, പിന്നെ open highways, അങ്ങനെ almost all conditionsiലൂടെ I've been riding her. So I thought this is the right time to give some kind of impression or feedback. Mostly the voice won't be that clear because there is like too much crosswind in this highway today. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടീൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ആൻഡ് മോർ ഓവർ ഐ ഹാവ് added few accessories also. You can see here. So there are few accessories which I have added. So അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളങ്ങനെ സിറ്റിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത്യാവശ്യം ഫ്രീ ആയിട്ടുള്ളൊരു ഹൈവേയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് 2016 വേർഷൻ, പഴയ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള വേർഷൻ കേട്ടോ ഇത്. പിന്നെ പാരലൽ ട്വിൻ എൻജിൻ, 321cc പാരലൽ ട്വിൻ എൻജിൻ. ഇറ്റ്സ് പ്രൊഡ്യൂസസ് അറൗണ്ട് 42 horse powers of power and 29.6 I guess 29.6 Newton-meters of torque. രണ്ടും ഏകദേശം ഒരു 10,000 RPMൻ്റെ ഒരു ആസ്പാസ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് പീക്ക് പവറും പീക്ക് ടോർക്കും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ, എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പെസിഫിക്കലി ഒരു 7,000-5,000 RPM വരെ ഇറ്റ് ഈസ് ഹാവിങ് ഗുഡ്, വെരി ഗുഡ് ടോർക്ക്. ബട്ട് ഇറ്റ് ഡസൻ ഗീവ് ദാറ്റ് R3 വൈബ്. ഒരു പാവത്താനെ പോലെ ഇങ്ങനെ നമ്മളെ പുള്ളി ചെയ്തുകൊണ്ട് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വലിച്ചുകൊണ്ട് പൊക്കോളും. ബട്ട് വൺസ് ഇറ്റ് ക്രോസ് 7,000 RPM ആൻഡ് ദെൻ ദ എൻജിൻ വേക്സ് അപ്പ്. അവേക്കനിങ് ദ ബീസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, ഐ എം നോട്ട് സേയിങ് ദിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഓർ ദിസ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ബൈക്ക്, ബട്ട് ദിസ് എൻജിൻ ഫീൽസ് സോ ഡിഫറെൻറ്റ് ആഫ്റ്റർ 7,000 RPM. ഞാൻ കുറച്ചും ഒരു ഓപ്പൺ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം. പിന്നെ വേറെ സ്പെക്സ് പറയുകയാണെങ്കിൽ ടയേഴ്സ് ഒക്കെ നമ്മൾ നോർമൽ വരുന്ന CBRൻ്റെ ഒക്കെ സെയിം പ്രൊഫൈൽ തന്നെ. 140/70 റെയറിൽ, 110/70 ഫ്രണ്ട് സൈഡിൽ. പിന്നെ എനിക്ക് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി, ഇറ്റ്സ് സോ കോമ്പാക്ട് ആൻഡ് ഇറ്റ്സ് വെൽ പുട്ട് ടുഗദർ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 80-year-old വണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ദർ ഈസ് നോ റാറ്റ്ലിംഗ് നോയ്സ് ആൻഡ് ഈവൻ ദ എൻജിൻ ഓൾസോ ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഈസ് സോ സ്മൂത്ത് ഇൻ ഹിയർ. പിന്നെ റൈഡിങ് പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ കംഫർട്ടബിൾ ആൻഡ് അപ്രൈറ്റ് ദാൻ CBR. ഓൾമോസ്റ്റ് ഒരു നിഞ്ച ലെവലിൽ തന്നെ അപ്രൈറ്റ് ആണ്. നമുക്കൊന്ന് പെർഗോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ സ്പീഡ് ക്രൂസിങ് നമുക്കൊന്ന് പൊളിച്ചോടിക്കണമെന്നില്ല, നമുക്കൊന്ന് സ്പീഡ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിറകിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ നമുക്കത് എയർ പോക്കറ്റിനകത്ത് ഇരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ മിറേഴ്സ് ഓക്കെ എന്ന് പറയുള്ളൂ, ഭയങ്കരമായിട്ടുള്ള ഫങ്ഷണാലിറ്റി ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന് വരുന്നത് ഒരു 14 liters ടാങ്കാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ ടൂറിങ്. കമ്പനി പറയുന്ന ഒരു 25 kilometers per ലിറ്ററാണ് മൈലേജ്. ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് ഡീസൻറ്റ്. ഓൾമോസ്റ്റ് 25 തന്നെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ ഒരു 1 month എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ്, നത്തിങ്, നോ ഇലക്ട്രോണിക്സ്. 2-3 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ആവറേജ് കാണിക്കുന്നുണ്ട് എന്നല്ലാതെ ദർ ഈസ് നോ റൈഡിംഗ് മോഡ്, നോ ABS, നോ ലോഞ്ച് കൺട്രോൾ. ഇറ്റ്സ് പ്യുവർ റോ എൻജിൻ പവർ. സോ ഓൾഡ് സ്കൂൾ ബൈക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ എൻജിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ
ഫ്രം അംബി ടു അന്യൻ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഒരു 5th ഗിയറിലാണ്, ഒരു 75 പോകുന്നത്, ഒരു 5000 RPM. നമ്മളൊന്ന് ഫുള്ളി നോക്കാം അതിനൊന്ന്. ആ ഒരു എക്സാക്ട്ലി 78 RPM കഴിയുമ്പോൾ വണ്ടി it just opens up everything. Let's see. നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നോ ആ ഒരു 78K RPM കഴിയുമ്പോൾ എൻജിൻ ജസ്റ്റ് ഫീൽസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈവൻ ദ ലോവർ RPM നമുക്ക് ഇനഫ് ടോർക്ക് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 6th ഗിയറിൽ 4000 RPM അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 70 km/h. ഞാൻ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ അപ്പ് within like 3 seconds or 4 seconds it can reach 100-110 easily. So that's what I'm talking about, the engine. നമ്മൾ ഹൈവേന്ന് ഡീവിയേറ്റ് ചെയ്തു, ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് എടുത്തു, കുറച്ചൊരു എം ടി ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ വെയിറ്റ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5:30 അടുത്തായി സമയം. നമുക്ക് വണ്ടീൻ്റെ മോഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ ഫ്രെയിം സ്ലൈഡർ കാണാം. ഇവിടെയും 2 സൈഡിലും ഫ്രെയിം സ്ലൈഡർ ഉണ്ട്. ഇതൊരു 3.5K ഒരു ഫ്രെയിം സ്ലൈഡർ നമുക്ക് ഡയറക്റ്റ് ചാസിയായിട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ്. പിന്നെ പിറകിൽ നമ്മൾ ടെയിൽ ഇന്നലെ റിമൂവ് ചെയ്തു. ഇപ്പം കുറച്ചുകൂടി സ്പോർട്ടിയായിട്ട് കാണില്ലേ, വണ്ടി കുറച്ചുകൂടി ഒരു സ്പോർട്ടിയായി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടെയിൽ ടൈഡിയുടെ കൂടെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ നോർമൽ ഹാലജൻ ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചുകൂടി ബ്രൈറ്ററായി തോന്നുന്നുണ്ട്. സോ ദിസ് ഫീൽസ് ബെറ്റർ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബോബോയുടെ ഒരു ചാർജബിൾ ഫോൺ മൗണ്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. റോഡിലെടുത്ത് പോകുമ്പം R15 ഏതാ വേർഷൻ V3 മോഡിഫൈ ചെയ്താണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ people who know about R3, they know about R3. So no need to explain anything about R3, I think. പിന്നെ it's really pretty, man. It's really pretty. അതിൻ്റെ ഫ്രണ്ടിലെ ഒരു ഷാർപ്പായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ഒന്നും ഒരു രക്ഷയില്ല. എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ആസ് സ്റ്റോക്ക് ആസ് ഇറ്റ് ഈസ്. Even the vehicle also I don't remove. So just see how the exhaust works. Oh, tunnel. നേരത്തെ മനൂവറബിലിറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഇതിനൊരു ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറും ടാങ്കും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഒരു കാണിച്ചു തരാം. നമ്മളിപ്പം ട്രാഫിക്കിലൂടെ സ്ക്വീസ് ത്രൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മാക്സിമം ടേൺ ചെയ്യുമ്പം ഇത്ര നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ ഹാൻഡ്സ് വിൽ ഗെറ്റ് ജാം ദേ. ബട്ട് സേ ഇപ്പം ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. നമ്മളൊരു ടേണിങ് റേഡിയസ് ഒരു ഇഷ്യൂ ഉണ്ട്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്ടേൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈറ്റ് യൂട്ടേൺ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂ നമുക്കത് മേജർ ആണ്. സോ ദർ ഷുഡ് ഹാവ് ബീൻ സം ഫിക്സസ് ഫോർ ദിസ് വൺ. Yamaha should have been little more careful on this part, but I don't know. But that's not a reason for anybody not to buy this bike. There are like thousands of reasons to buy this one, and there is only one for this one not to.
അതെനിക്ക് തോന്നുന്നു ഇതാണ്. ആൻഡ് മേ ബി ടു ദ മൈലേജ് ഓൾസോ. അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് ഐ ക്യാൻ ഇംപ്രൂവ് മോർ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.